സുലേഖ വരുന്നു. സുലേഖയുടെ പുറകെ കുറെ കുട്ടികൾ. ചില സിനിമ കാണുന്ന നമ്മൾ ഓടേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഇത് പളിയ നൃത്തത്തിലെ പങ്കെടുക്കാനുള്ള ആളുകളാണ്. HS വിഭാഗം. സുലേഖ തന്നെ പരിചയപ്പെടുത്തിക്കോ. സുലേഖ തന്നെ പരിചയപ്പെടുത്തിക്കോ. ഉള്ള സ്ഥലത്തൊക്കെ നിൽക്കുക. പളിയ നൃത്തം HS വിഭാഗം മത്സരത്തിലുള്ള ആളുകളാണ്. എന്താ പേര്? ഏത് സ്കൂളാ? HDP എടത്തിരിണി. എന്താ പളിയ നൃത്തം? എന്താ പളിയ നൃത്തം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദിവാസി വിഭാഗത്തിന്റെ, ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി വിഭാഗത്തിന്റെ പാരമ്പര്യ നൃത്ത രൂപമാണ് പളിയ നൃത്തം. എങ്ങനെയാ പഠിച്ചെടുത്ത്? എങ്ങനെയത്? അത് ഞങ്ങൾ മാഷ് വന്നു ഫസ്റ്റ് ഞങ്ങൾ. അപ്പോൾ അതാണ് പളിയ നൃത്തം. അത് ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു കലാരൂപമാണ്. അതിങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയും അങ്ങനെ ഒക്കെയാണ് അവർ ആ ഒരു കലാരൂപം നൃത്തം ആടുന്നത്. അത് HS വിഭാഗത്തിലെ മത്സരമാണ്. ഇന്നലെ HSS വിഭാഗത്തിൽ അതെ അവർക്ക് പ്രേക്ഷകർക്ക് ഇവര് തട്ടേ കയറുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നടത്തിയിട്ട് കയറുന്നതാണ്. മത്സരം ഉണ്ടല്ലേ? അതെ 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 അതെ. പ്രമോദ് അവിടുന്ന് എന്തോ പറയുന്നു. കുട്ടികൾ വേഗം തന്നെ എടുത്തിട്ടോ. അതെ, നിങ്ങൾ ഡാൻസിന് വേണ്ടി സെറ്റ് ചെയ്തു. പാടാനുള്ള കുട്ടികൾ എന്റെ അടുത്തോട്ട് പോരും. ഏത് സ്കൂളാ പറയൂ, മൈക്കിൽ ചേർത്ത് വെച്ചിട്ട്. എടതിരിഞ്ഞി HDP. ഏത് സ്ഥലം അത്? തൃശ്ശൂർ. സ്പെസിഫിക് സ്ഥലം ഏതാ? ഇരിങ്ങാലക്കുട. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നാട്ടിലാണ് അല്ലേ? നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? അന്ന് കണ്ട് കമ്മ പോയിട്ടല്ലേ ചിന്നതാ, അന്ത കമ്പക്കാര ഓരത്തിലെ അന്നതാ, അന്ന് കണ്ട് കമ്മ പോയിട്ടല്ലേ ചിന്നതാ. സുമ്മാ നിന്ന് പേസിടാതെ എന്നതാ, സുമ്മാ നിന്ന് പേസിടാതെ എന്നതാ. സ്വതഴക് ഓ ഓ സ്വതഴക് പോയിടുമേ ചിന്നതാ. பக்கத்திலே ஒரு பட்டி இருக்குது, அந்த என்ன எப்போ மயக்குது. பக்கத்திலே ஒரு பட்டி இருக்குது, அந்த கண்ணடைச்சு என்ன எப்போ மயக்குது. உன்னா மட்டும் மறக்குலனா முடியால, உன்னா மட்டும் மறக்குலனா முடியால. அந்த பச்சை கொலுசு பட்டு என்ன மயக்குது, அந்த பச்சை கொலுசு பட்டு என்ன மயக்குது. தண்டாட்டி போட்டவளே அலிலே லேலோ, தானா வாழ்ந்தவளே தில்லாலே லேலோ. தண்டாட்டி போட்டவளே அலிலே லேலோ, தானா வாழ்ந்தவளே தில்லாலே லேலோ. അഞ്ചൂര് സംസാരി തപ്പാനില്ല. അടിപൊളി, ഗംഭീരം, അതിഗംഭീരം. മൊത്തത്തിൽ എന്തൊക്കെയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. ആൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എവിടെ വെച്ച് നിർത്തണം എന്നറിയാത്തതിന്റെ പ്രശ്നമായിരുന്നു അല്ലേ? ഇവരെ നിർത്താനും പറയുന്നില്ല. അതായിരുന്നു. ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിച്ചത്. അപ്പൊ ഈ കുട്ടികളെ നമുക്ക് ഫ്രീ ആക്കി വിടാം. അവർക്ക് അടുത്ത സ്റ്റേജിൽ മത്സരമുണ്ട്. ഫസ്റ്റ് ക്ലസ്റ്ററിൽ മത്സരമുള്ള മത്സരാർത്ഥികളാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, അടിച്ചു പൊളിക്കുക. മികച്ച മാർക്കും വാങ്ങിച്ചു വാ.